ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇഫ് പഠിച്ചു, ഇഫ് എൽസ് പഠിച്ചു അല്ലേ. സോ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഇഫ് എൽസിന്റെ പ്രോബ്ലംസ് നോക്കാം അല്ലേ. അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഒരു ബേസ് ചെയ്ത് തരാൻ നിങ്ങൾക്ക്. സോ ഇതായിരുന്നു കണ്ടീഷണൽസ്. കണ്ടീഷണൽസ് എന്തായിരുന്നു? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. കണ്ടീഷണൽസ് എന്തായിരുന്നു? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു അല്ലെ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് ഈക്വൽ ടു വരുന്നതിനാണ് ഈക്വൽ ടു എന്ന് പറയാം. ഒരു ഈക്വൽ ടു വരുന്നതിന് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് പറയാം, അസൈൻ ചെയ്യാന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇത്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എ ലെസ് ദാൻ ബി. ഞാൻ ഒരു സംഭവമായിട്ടാണ് ഓക്കെ. ചെക്ക് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ വിളിച്ചു. ചെക്ക് ഈക്വൽ ടു എ ലെസ് ദാൻ ബി. ഈ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ചെക്കിനകത്ത് എന്തായിരിക്കും വന്നിരിക്കുക? ചെക്കിനകത്ത് രണ്ട് വാല്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. ഇത് ചെക്ക് ചെയ്തിട്ട് ഈ എ ലെസ് ദാൻ ബി, ഇപ്പോൾ എ ബിനെക്കാളും വലുതാണെങ്കിൽ ഇതിനകത്ത് ട്രൂ എന്ന് പറയുന്ന വാല്യൂ ഇരിക്കും. ഇനി ബി ആണ് എനേക്കാളും വലുത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഇതിനകത്ത് എന്ത് വരും? ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് രണ്ട് വാല്യൂസ് ആണ്, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം ഏതാണ്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്രോബ്ലം ഏതാണ്? ഓക്കെ, നമ്മളൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം. നമ്മളൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിനകത്തുള്ള ആദ്യത്തെ അവസാനത്തെ ലെറ്റർ ഈക്വൽ ആണോ അല്ലെന്ന് നോക്കാം. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുക, ഒരു വേർഡ് റീഡ് ചെയ്യുക. ആ വേർഡ് റീഡ് ചെയ്തതിനു ശേഷം ആ സ്ട്രിങ്ങിനകത്തുള്ള ആദ്യത്തെ അവസാനത്തെ ആൾക്കാർ ഒന്നാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് പ്രോഗ്രാം എടുത്ത് ഞാനിപ്പോൾ സ്ട്രിങ്ങിനെ ആദ്യം വാങ്ങാൻ പോകണേ. എ ഈക്വൽ ടു ഓക്കെ ഇൻപുട്ട്. സ്ട്രിങ്ങിനെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഷയിൽ യൂസ് ചെയ്യാം. യെസ്, നമ്മൾ എന്ത് ചെയ്തു? സ്ട്രിങ്ങിനെ വാങ്ങി ഇവിടെ വെച്ചു. എ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രിങ്ങിനകത്തുള്ള വാല്യൂസ്, സ്ട്രിങ്ങിനകത്തുള്ള ഒരു സ്ട്രിങ് ആയിരിക്കുമല്ലോ. സപ്പോസ് ഞാനിപ്പോൾ ഇൻപുട്ട് എടുത്ത സ്ട്രിങ് പൈത്തൺ ആണെന്ന് വിചാരിക്കും. പൈത്തൺ. ഓക്കെ, പൈത്തൺ എന്ന് പറയുമ്പോൾ PYTHON. ഞാൻ പറയുന്നതാണ് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, ഫോർത്ത് ഇൻഡെക്സ്, ഫിഫ്ത്ത് ഇൻഡെക്സ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഈ എടുത്ത സ്ട്രിങ്ങിന്റെ ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററും സെയിം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. ആദ്യത്തെ ലെറ്ററാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. യെസ്, പിന്നെ സ്ട്രിങ് എ ലെറ്ററാണെങ്കിൽ എ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ലെറ്റർ കിട്ടും. പ്രിന്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് A0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ലെറ്റർ കിട്ടും. സോറി, ഇതിങ്ങനല്ല. ഓക്കെ, പ്രിന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ലെറ്റർ കിട്ടും. നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലെറ്റർ നമ്മൾ അങ്ങനെ നോക്കി. ഈ അവസാനത്തെ ലെറ്റർ എങ്ങനെ കിട്ടാൻ പോകും? അവസാനത്തെ ലെറ്റർ എങ്ങനെ കിട്ടും? ഒരു വഴി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ലെങ്ത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് കണ്ടുപിടിക്കുന്നത് LEN ഓഫ് A എന്ന് കൊടുത്താൽ പോരെ അല്ലേ? ലെങ്ത് കണ്ടുപിടിക്കുന്നത് LEN, ആ ബ്രാക്കറ്റിനകത്ത് എന്തിനാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ LEN ഓഫ് A എന്നിട്ട് എടുത്താൽ നമുക്ക് അതിന്റെ ആൻസർ എന്താ കിട്ടുക? നമുക്ക് എത്ര ലെങ്ത് ഉണ്ട്? 1 2 3 4 5 6. എത്ര സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്ര? 6 അക്ഷരമുണ്ട്. ഈ 6 വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഇതിന് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ലെങ്ത് 1 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുക, ഇൻഡെക്സ് 0 തൊട്ടാ. അപ്പോ ലെങ്ത് ഓഫ് A ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവസാന ലെറ്ററിന്റെ ഇൻഡെക്സ് കിട്ടത്തില്ലടാ. ലെൻ ഓഫ് A 1 കുറച്ച് അവസാന ലെറ്ററിന്റെ ഇൻഡെക്സ് കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ വേറെ വാക്ക് അപ്പൊ ഞാൻ എഴുതുവാണ് ബോയ് ഇൻഡെക്സ് 0 1 2 അല്ലെ. 0th ഇൻഡെക്സിലുള്ള അക്ഷരമാണ് B, ഫസ്റ്റ് ഇൻഡെക്സിലുള്ള അക്ഷരമാണ് O, സെക്കൻഡ് ഇൻഡെക്സിലുള്ള അക്ഷരമാണ് Y. എന്റെ ചോദ്യമാണ്, എനിക്ക് ലാസ്റ്റ് ഇൻഡെക്സിലെ അക്ഷരത്തിനെ എടുക്കണം. അത് എന്ത് ചെയ്യണം? ഇത് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ലെങ്ത് എത്ര? 1 2 3 3 എന്ന് പറഞ്ഞാൽ പോലെ ഇൻഡെക്സ് കിട്ടത്തില്ല. ഇനി ഇതെങ്ങനെ എടുക്കും? ഇതിപ്പോ ഞാൻ A എന്ന് പറയുന്നത് ബോയ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഞാൻ B എന്ന് പറഞ്ഞ വേരിയബിൾ സൂക്ഷിച്ച് ചെയ്തുവെന്ന് വിചാരിക്കുക. B ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ വൈകില്ലേ കിട്ടുക? പറഞ്ഞ മനസ്സിലായടാ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? നമ്മുടെ ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും സെയിം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കണം, ലാസ്റ്റ് ലെറ്റർ എടുക്കണം. ഫസ്റ്റ് ലെറ്റർ എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? A ഓഫ് 0 എടുത്താൽ മതി. ലാസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? 1 മൈനസ് ചെയ്യാം.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സ് കിട്ടും. ഇനി a of 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? a equal to input. ഓക്കെ, ഇൻപുട്ട് എടുത്തു. ഈ ബ്രാക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻപുട്ട് എടുത്തു. അപ്പൊ ഇൻപുട്ട് എടുത്താൽ ഇനി ശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ? സ്ട്രിംഗിന്റെ ലെങ്ത് നമുക്ക് എന്ത് വരികയാണെങ്കിലും കൊടുക്കാം. ഞാൻ എളുപ്പത്തിനുണ്ട്. ലെങ്ത് ഈക്വൽ ടു len of a. അപ്പൊ എന്ത് കിട്ടും? ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. എയുടെ ലെങ്ത് വന്ന് സ്റ്റോർ. ഓക്കെ അല്ലേ? അപ്പൊ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ലെറ്ററും ലാസ്റ്റ് ലെറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ലെറ്റർ ലാസ്റ്റ് ലെറ്റർ സെയിം ആണെങ്കിൽ both letters are same എന്ന് പറഞ്ഞു പ്രിന്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലെറ്റർ സെയിം അല്ലെങ്കിൽ both letters are different എന്ന് പറഞ്ഞു പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും സെയിം ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? if ഫസ്റ്റത്തെ ലെറ്റർ ഏതാ? ഫസ്റ്റത്തെ ലെറ്റർ a of 0. ഇനി ഫസ്റ്റും ലാസ്റ്റ് സെയിം ആണോ ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഈക്വൽ ടു കണ്ടോ? if a of 0 equal to ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലെങ്തിന്റെ കൂടെ ഒന്ന് മൈനസ് ചെയ്യുന്നില്ലടാ. ഈ ലെങ്തിന്റെ കൂടെ ഒന്ന് മൈനസ് ചെയ്യുന്നില്ലേ? a of ലെങ്ത് എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? ഇവിടെ ലെങ്ത് -1 ചെയ്താൽ പോരെ. a of ലെങ്ത് -1 ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? if a of 0 equal to a യുടെ ലെങ്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെങ്കിൽ ഡബിൾ ഇതിടാൻ മാറ്റരുത്. ആണെങ്കിൽ ഇതിനകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻഡന്റേഷൻ അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് എഡിറ്ററിനകത്ത് ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ വരും. വന്നില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇഫിനകത്താണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇഫിനകത്ത് അപ്പോ ഇത് രണ്ട് സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് എന്ത് പ്രിന്റ് ചെയ്യും? ഡബിൾ കോട്ട്സിനകത്ത് എന്ത് പ്രിന്റ് ചെയ്യും? both letters are same. both letters are same എന്ന് പ്രിന്റ് ചെയ്യും. കണ്ടോ? ഈ ലോജിക് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴേ വരെ നമ്മൾ എഴുതി നോക്കാം, പേപ്പറിൽ എഴുതി നോക്കാം. ഓക്കെ, both letters are same എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ else അല്ലെ? else ഇവിടെ കൊണ്ടാവുന്ന എഴുതുന്നത് ശരിയാവോ? ഇല്ല. ഇത് ഇഫിനകത്താണ് അല്ലെ? ഇഫിന് പുറത്തോ ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇഫിനകത്തുള്ള സാധനങ്ങൾ പ്രിന്റ് ആവും. ഓക്കെ, ഇനി ഇഫിന് പുറത്ത് വരിക. ഇത് കറക്റ്റ് അല്ലെങ്കിൽ രണ്ട് സെയിം അല്ലെങ്കിൽ പ്രിന്റ്. ഇത് താഴെയാണ് വരേണ്ടത്. എൽസിന്റെ താഴെയാണ് വരേണ്ടത്. പ്രിന്റ് ഇൻഡന്റേഷൻ കൊടുക്കണം. ഇൻഡന്റേഷൻ പ്രിന്റ് both letters are not same എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. നമുക്ക് ഈ കോഡ് പ്ലേഗ്രൗണ്ട് ചെയ്തു നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു അക്ഷരം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എഴുതി കാണിച്ചിട്ട് അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നു. സപ്പോസ് ഞാൻ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് ലേബൽ എന്ന് പറഞ്ഞാൽ ലേബൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് എടുക്കും. ഇൻപുട്ട് എന്താ കിട്ടുന്നത്? ലേബൽ. ആ ലേബൽ നേരെ എവിടെ നിന്ന് സ്റ്റോർ ആവും? എയ്ക്കകത്ത് സ്റ്റോർ ആവും. ഓക്കെ, എയ്ക്കകത്ത് ഇരിക്കുന്ന വാല്യൂ ലേബൽ. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് എ ലെങ്തിനകത്ത് വെക്കണം അല്ലെ? ln of a ലെങ്തിനകത്ത് വെക്കണം. ln of a എത്ര? ലേബൽ. ഇതിന്റെ ലെങ്ത് എത്ര? 1 2 3 4 5. അപ്പൊ ഈ ലെങ്തിനകത്തുള്ള വാല്യൂ എന്താണ്? 5 ആണ്. ലെങ്തിനകത്തുള്ള വാല്യൂ 5 ആണ്. ഓക്കെ, അത് കഴിഞ്ഞു അടുത്ത if a of 0 ഇതിന്റെ ഇൻഡെക്സ് ഞാൻ പറയാനാണ്. ഇൻഡെക്സ് ആണ് 0 1 2 3 4 0 1 2 3 4. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, വേണ്ട ഇൻഡെക്സ് 0 1 2 3 4. ഓക്കെ, അപ്പോൾ a ഏതാണ്? a of 0 എന്ന് പറഞ്ഞാൽ a യുടെ 0th ഇൻഡെക്സ് കിട്ടുന്ന അക്ഷരം l. അവിടെ ചെക്ക് ചെയ്യാണ്. l ഈക്വൽ ടു a of length മൈനസ് 1. a of length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, a of
ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? 5. 5 മൈനസ് 1 എത്ര? a of 4. a of 4 ആരായിരിക്കും? സോറി a of 4 ആരായിരിക്കും? a of 4 ആരായിരിക്കും? l അല്ലേ? അപ്പോ l ഈക്വൽ ടു l. l തന്നെയാണോ l? l സെയിം ആണോ ചെക്ക് ചെയ്യും. l സെയിം ആണെങ്കിൽ യെസ് സെയിം ആണെങ്കിൽ ഇഫ് എന്ത് ചെയ്യും? നേരെ ഇതിനകത്തോട്ട് പോകും. സെയിം അല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും? നേരെ ഇവിടെ പോകും. മനസ്സിലായോ? ഇപ്പൊ സെയിം ആണ്. സെയിം ആയപ്പോൾ പ്രിന്റിൽ ഒന്ന് പോയി. പ്രിന്റ് ഇവിടെ കിട്ടാൻ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രിന്റ് അപ്പൊ കിട്ടാൻ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ഒരു സാധനം ബോത്ത് ലെറ്റേഴ്സ് ആ സെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? പ്രിന്റ് ആയിട്ട് കിട്ടും. ഓക്കെ ഇവിടെ അത് വിടുക. നമുക്ക് വേറൊരു അക്ഷരം നോക്കാം. ഇൻപുട്ട് കൊടുക്കുന്ന അക്ഷരം സപ്പോസ് ഫ്രം എന്നാണ് വിചാരിക്കുക. ഫ്രം എന്ന് പറഞ്ഞ അക്ഷരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കൊടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ ഫ്രം കൊടുക്കുവാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഇൻപുട്ട് അപ്പോൾ എയ്ക്കകത്ത് എന്ത് ചെയ്യും? ഫ്രം എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും. ഫ്രം എന്ന് പറഞ്ഞ വാല്യൂ എയ്ക്കകത്ത് സ്റ്റോർ ആവും. ഓക്കെ, ഇൻപുട്ട് കൊടുത്തിട്ടില്ല, സ്ട്രിംഗ് ആയിട്ട് തന്നെ സ്റ്റോർ ആവും. ലെങ്ത് ചോദിക്കണം. ഓക്കെ, ലെങ്ത് ചോദിക്കണം. ലെങ്ത് ഈസ് ഈക്വൽ ടു len ഈക്വൽ ടു len ഓഫ് a എന്ന് പറഞ്ഞാൽ എത്ര? നോക്ക്, ഫ്രമിന് എത്ര ലെങ്ത് ഉണ്ട്? 1 2 3 4 എത്ര ലെങ്ത് ഉണ്ട്? 4. അപ്പോ ലെങ്തിനകത്ത് 4 സ്റ്റോർ ആവും അല്ലേ? ലെങ്തിനകത്ത് 4 സ്റ്റോർ ആവും. ഓക്കെ, 4 അവിടെ ഇട്ടോണ്ടേ, 4 സ്റ്റോർ ആയിട്ട് ഇട്ടോണ്ടേ. ഓക്കെ, അടുത്ത എന്താ? ഇഫ് നോക്കുവാണ്, ചെക്ക് ചെയ്യണം. ഓക്കെ, ഇഫ് a ഓഫ് 0 ഇതിന്റെ 0th ഇൻഡെക്സ് ഇതാണ് 0 1 2 3 അല്ലേ? 0th ഇൻഡെക്സിലെ ആരായിരിക്കുന്നത്? f. ചെക്ക് ചെയ്യണം. 0th ഇൻഡെക്സ് ചെയ്യുന്നത് f. ഓക്കെ, f ഈക്വൽ ടു ചെക്ക് ചെയ്യണം. a ഓഫ് ലെങ്ത് മൈനസ് 1. a ഓഫ് ലെങ്ത് മൈനസ് 1. a ഓഫ് ലെങ്ത് എത്ര? ലെങ്ത് സോറി 4 മൈനസ് 1 4 മൈനസ് 1 എത്ര? 4 മൈനസ് 1 ദാറ്റ് ഈസ് 3. അപ്പോൾ a ഓഫ് 3 എന്ന് പറഞ്ഞാൽ m. f ഈക്വൽ ടു m ആണോ ചെക്ക് ചെയ്യും. f ഈക്വൽ ടു m ആണോ ചെക്ക് ചെയ്യും. നമുക്കറിയാം f ഈക്വൽ ടു m ഫോൾസ് ആണ് അല്ലേ? ശരിയല്ല. അപ്പോ ഇഫിനകത്തോട്ട് പോകില്ല. ഇത് ട്രൂ ആണെങ്കിൽ ഇഫിനകത്തോട്ട് പോകും. ട്രൂ അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എൽസിനകത്ത് പോയിട്ട് എന്ത് പ്രിന്റ് ആവും? ബോത്ത് ലെറ്റേഴ്സ് ആർ നോട്ട് സെയിം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഓൺലൈൻ കമ്പൈലറിലോട്ട് വന്നു. കമ്പൈലറിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് ഞാൻ പൈത്തൺ കൊടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡൊക്കെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ലോഗിൻ ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ പിന്നീട് നമുക്ക് ആ കോഡ് എടുത്ത് നോക്കണമെങ്കിൽ ലോഗിൻ ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ കോഡ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ ഇൻപുട്ട് എടുത്തു, a ഈക്വൽ ടു ഇൻപുട്ട് എന്നെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ലെങ്ത് എന്ന് പറയുന്ന ഒരു വേർഡിനകത്തോട്ട് ലെങ്ത് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. len a സ്റ്റോർ ചെയ്തു. len a എന്ന് വെച്ചാൽ എന്താണ്? ആ കൊടുക്കുന്ന വേരിയബിളിലെ ലെങ്ത്. സപ്പോസ് ഞാനിപ്പോൾ റൺ കൊടുക്കുവാണ്. ഇവിടെ സെക്കൻഡ്. ഓക്കെ, ഞാൻ റൺ എടുക്കുവാണ്. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ്. ഞാനിപ്പോൾ ഒരു സൈഡിലോട്ടാക്കാം. ഓക്കെ, സോ സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുവാണ്. ഞാനിപ്പോൾ കൊടുക്കുന്ന വേരിയബിൾ ഇപ്പോൾ പൈത്തൺ നിങ്ങൾക്കറിയാം. ഇതിനകത്ത് 1 2 3 4 5 6 ഉണ്ട്. സോ ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ പ്രിൻ്റ് എ ആണല്ലോ എടുത്ത, സോറി പ്രിൻ്റ് ലെങ്ത്. ഓക്കെ, സോ പൈത്തൺ ഉണ്ടോ 6 എന്ന് കിട്ടി. അപ്പോൾ len കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതാണോ വേണ്ടേ? നമുക്കതല്ല വേണ്ടേ. നമുക്ക് എന്ത് വേണം? നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും സെയിം ആണോ ഇല്ലയോ നോക്കണം. അപ്പോൾ അല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇഫ് a സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എടുക്കും. ഈക്വൽ ടു a സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതായത് ലെങ്ത് അല്ലേ? ലെങ്ത് -1 അല്ലേ? കാരണം ലെങ്ത് എന്ന് പറയുമ്പോൾ 1 തൊട്ടത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ടത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ a ഓഫ് 0യും
ലെങ്ത് -1 സെയിം ആണെങ്കിൽ നമ്മൾ ഇഫിനകത്തോട്ട് പോകണം. ഇഫിനകത്ത് പ്രിന്റ് ചെയ്യണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ആർ ദ സെയിം എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഡബിൾ കോട്ട്സ് ചെയ്യാം. ഡബിൾ കോട്ട്സ് ചെയ്യാൻ വേണ്ടി മൊത്തം സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ആ ഡബിൾ കോട്ട്സ് പിടിച്ച് ഞെക്ക് ചെയ്ത് ഡബിൾ കോട്ട്സ് ആവും. ഓക്കെ, അല്ലെങ്കിൽ എൽസ് പ്രിന്റ് നോട്ട് സെയിം എന്ന് കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം പൈത്തണിൻ്റെ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ സെയിം അല്ല. ഓക്കെ, ഞാൻ റൺ ചെയ്യുകയാണ്. ഞാനിപ്പോൾ പൈത്തൺ കൊടുക്കുകയാണ്. പൈത്തൺ നോട്ട് സെയിം കണ്ടോ. ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ സെയിം ആയിട്ടുള്ള ലെറ്റർ കൊടുക്കാം. LABL ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ സെയിം. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ. സേവ് കൊടുക്കാൻ നെയിം ദ പ്രൊജക്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് വെച്ച് നോക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇനി എന്താണ് ആൻഡ്, എന്താണ് ഓർ, എന്താണ് നോട്ട്, ഇതാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഓർ നോട്ട് എന്താണെന്നൊക്കെ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യുക. സോ ആൻഡ് എന്ന് പറഞ്ഞാൽ അതും ഇതും ശരിയാണ്. ഓക്കെ, അതും ഇതും ഒന്നുള്ളത് അതും ഇതും. ഓക്കെ, ഓർ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ എന്ന വാക്കാണ് ഓർ. ഓക്കെ, അതും ഇതും ശരിയാണെങ്കിൽ ആൻഡ്, അത് അല്ലെങ്കിൽ ഇത് ഓർ. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ആൻഡ് ഒരു കേസ് പറയാം. ആൻഡ് ഒരു കേസ് പറയാം. ഓക്കെ, സപ്പോസ് ഒരു കണ്ടീഷൻ പറയുമ്പോഴാണ് നമ്മൾ ആൻഡ് ഓർ നോട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആൻഡിന്റെ കേസ് പറയാം. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കാം. അപ്പൊ സിനിമയ്ക്ക് പോകണമെങ്കിൽ ഓക്കെ, ഞാൻ ഒരു കണ്ടീഷൻ പറയണം. നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഒന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ പെർമിഷൻ കിട്ടിയേ വേണം, നിങ്ങളുടെ കയ്യിൽ കാശ് വേണം. ഓക്കെ, കേട്ടോ, നിങ്ങളുടെ പേരൻസിന്റെ പെർമിഷൻ കിട്ടിയേ വേണം, നിങ്ങൾക്ക് കാശ് വേണം. സോ രണ്ട് കണ്ടീഷനും ഒന്നിച്ച് വന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനിമയ്ക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇഫ് പേരൻസ് പെർമിസ്ഡ് ആൻഡ് യു ഹാവ് മണി. ഇഫ് പേരൻസ് പെർമിസ്ഡ് ആൻഡ് യു ഹാവ് മണി. പേരൻസിന്റെ പെർമിഷൻ കിട്ടിയേ വേണം ആൻഡ് യു ഹാവ് മണി. ഇത് രണ്ടും കറക്റ്റ് ആയാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സിനിമയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഞാനിപ്പോ ചോദിക്കാം. ഓക്കെ, പെർമിഷൻ ഓഫ് പേരന്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആക്ച്വലി പേര് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ അതിന് സ്പേസ് വരാൻ പാടില്ല. ഞാനിപ്പോ ഇങ്ങനെ എഴുതാം, പെർമിഷൻ. ഓക്കെ, പെർമിഷൻ അസൈൻസ് ട്രൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയെന്നാണ്. നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയെന്നാണ്. ഓക്കെ, പെർമിഷൻ ഈക്വൽ ടു ട്രൂ. ഇനി മണി, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തില്ല, മണി ഇല്ലാതെ വരിക. മണി ഈക്വൽ ടു ഫോൾസ്. പെർമിഷൻ ഈക്വൽ ടു ട്രൂ, മണി ഈക്വൽ ടു ഫോൾസ്. അപ്പോ നമ്മുടെ സിനിമയ്ക്കുള്ള കണ്ടീഷൻ ഇതാണ്. നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, ഇഫ് പെർമിഷൻ ആൻഡ് മണി, പെർമിഷൻ ആൻഡ് മണി, സ്മോൾ ലെറ്റർ ആണ്. പെർമിഷൻ ആൻഡ് മണി അർത്ഥം പെർമിഷന്റെ വാല്യൂ ട്രൂ ആയിരിക്കണം, മണിയുടെ വാല്യൂ ട്രൂ ആയിരിക്കണം. രണ്ടും ട്രൂ ആണെങ്കിൽ പ്രിന്റ് യു ക്യാൻ ഗോ ടു സിനിമ. കണ്ടോ? യെസ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് പെർമിഷൻ ട്രൂ ആണ്, മണി ഫാൾസ് ആണ്. ഏതെങ്കിലും ഒരു വാല്യൂ ഫാൾസ് ആയി കഴിഞ്ഞാൽ പ്രിന്റ് യു cannot go for movies. ഒരു കണ്ടീഷൻ മനസ്സിലായോ? നമ്മൾ രണ്ട് കണ്ടീഷൻ കാണും. ആ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ട്രൂ ആവുള്ളൂ.
ഇത് രണ്ടും ഫോൾസ് ആണെങ്കിൽ ഓക്കെ ഓക്കെ പെർമിഷൻ കിട്ടി, മണി കിട്ടിയില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? ഓക്കെ, പെർമിഷൻ ട്രൂ ആണ് ആൻഡ് പെർമിഷൻ ട്രൂ ആണ് ആൻഡ് മണി ഫോൾസ് ആണ്. സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? ട്രൂ ആണോ? സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? ട്രൂ ആണോ? ഇല്ല, പറ്റില്ല. ഇനി പെർമിഷൻ കിട്ടിയില്ല ആൻഡ് മണി കിട്ടി, പറ്റുമോ? ഇല്ല, പറ്റൂല. ഇനി പെർമിഷനും കിട്ടിയില്ല, മണിയും കിട്ടിയില്ല, രണ്ടും ഫോൾസ് ആണെങ്കിൽ പറ്റുമോ? ഇല്ല. പെർമിഷനും കിട്ടി ആൻഡ് മണിയും കിട്ടി, അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? സിനിമയ്ക്ക് പോകാൻ പറ്റും. കണ്ടോ? ആൻഡിന്റെ കേസിൽ ട്രൂ ആണെങ്കിൽ, ഇഫിനകത്തോട്ട് പോകണമെങ്കിൽ രണ്ട് കേസ് എന്ത് ചെയ്യണം? ട്രൂ ആണ്. അതും ഇതും നമ്മൾ പറയണം, അതും റെഡി ആവണം, ഇതും റെഡി ആവണം. ഓക്കെ, അതിനാണ് നമ്മൾ ആൻഡ് എന്ന് വിളിക്കുക. ഓക്കെ, ആൻഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത നമുക്ക് ഓർ എന്താന്ന് നോക്കാം. ഓർ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്, ഒന്നെങ്കിൽ അത് റെഡി ആവണം, അല്ലെങ്കിൽ ഇത് റെഡി ആവണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് റെഡി ആവാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, ഇഫ് യു വാണ്ട് ടു പ്ലേ പെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കണം, ഓൺലൈൻ ഗെയിം കളിക്കണം എന്ന് വിചാരിക്കാം. ഓൺലൈൻ ഗെയിം കളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഡാറ്റ വേണം, അല്ലെങ്കിൽ വൈഫൈ വേണം. കേട്ടോ, ഒന്നെങ്കിൽ മൊബൈൽ ഡാറ്റ വേണം, അല്ലെങ്കിൽ വൈഫൈ വേണം. മൊബൈൽ ഡാറ്റ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും, വൈഫൈ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും, രണ്ടും ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റും, അല്ലെ? നോക്കാം. സോ ഞാൻ ചുമ്മാ ഒരു പ്രോഗ്രാം പറഞ്ഞു. ഓക്കെ, മൊബൈൽ ഡാറ്റ ട്രൂ, വൈഫൈ ട്രൂ, അല്ല വൈഫൈ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ പറയാം മൊബൈൽ ഡാറ്റ ഓർ വൈഫൈ. ഓക്കെ, മൊബൈൽ ഡാറ്റ ഓർ വൈഫൈ, ഒന്നെങ്കിൽ മൊബൈൽ ഡാറ്റ വേണം, അല്ലെങ്കിൽ വൈഫൈ വേണം, രണ്ടും കൂടെ വേണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ ഉണ്ട്, വൈഫൈ ഇല്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റും, ട്രൂ ആണ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ ഇല്ല, വൈഫൈ ഉണ്ട്, കളിക്കാൻ പറ്റും? കളിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡാറ്റയും ഉണ്ട്, വൈഫൈ ഉണ്ട്, കളിക്കാൻ പറ്റും? കളിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡാറ്റയും ഇല്ല, വൈഫൈയും ഇല്ല, എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളിക്കാണ്ടിരിക്കാൻ പറ്റും, ഫോൾസ് ആവുമ്പോൾ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണ്? അപ്പൊ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. രണ്ട് കണ്ടീഷൻ ഉണ്ട്, ആ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങോട്ട് പോകും. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ശരിയായാൽ മൊത്തം ട്രൂ ആവും. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തെറ്റി പോയി കഴിഞ്ഞാൽ മൊത്തം ഫോൾസ് ആവും. പറഞ്ഞോ? ഇതിനകത്ത് മൊത്തം ട്രൂ ആണ്, രണ്ടും ഫാൾസ് ആവുന്ന കേസിൽ മാത്രമേ ഫാൾസ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാൽ അതും ശരിയാവണം, ഇതും ശരിയാവണം. ഓർ എന്ന് പറഞ്ഞാൽ ഇത് ശരിയാവണം, അല്ലെങ്കിൽ ഇത് ശരിയാവണം, ഇല്ല ഏതെങ്കിലും ഒന്ന് ശരിയാവും. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയണം റെയിനിങ് എന്ന് വെച്ചാൽ എന്താ? മഴ പെയ്യുന്നു. റെയിനിങ് എന്ന് വെച്ചാൽ എന്താ? മഴ പെയ്യുന്നു. നോട്ട് ചേർത്താലോ? നോട്ട് റെയിനിങ്, മഴ പെയ്യുന്നില്ല എന്നാവില്ലേ? നമ്മൾ റെയിനിങ് എന്ന് മാത്രം ചെയ്യുന്നത് ട്രൂ ആയിരുന്നു, അല്ലെ? എന്നോട് ഒരു നോട്ട് ചേർത്തപ്പോൾ എന്തായിട്ട് മാറി? ഫോൾസ് ആയിട്ട് മാറി. അതായത് ട്രൂ ആയിട്ടുള്ള കാര്യത്തിനെ ഫോൾസ് ആക്കാൻ നമ്മൾ സൈഡ് ചെയ്ത് കൊടുത്താൽ മതി, നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കിത് ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോ സപ്പോസ് ഞാൻ പറയാണ് അവൻ കഴിക്കുന്നില്ലെങ്കിൽ അവനെ കഴിക്കാൻ വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ നീ പഠിക്കുവാണെങ്കിൽ നീ പഠിക്കുന്നില്ലെങ്കിൽ പുറത്തോട്ട് പോവാം. ഓക്കെ, നീ പഠിക്കുന്നില്ല, ഇഫ് ഓക്കെ, നമ്മൾ പറയണം ഈസ് ഹി സ്റ്റഡിങ്. ഓക്കെ, ഞാൻ ഈ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടി അണ്ടർസ്കോർ ഉള്ളത്. സ്പേസിന് പകരം നമ്മൾ പൈത്തൺ എപ്പോഴും അണ്ടർസ്കോർ ആയിട്ട്, അപ്പൊ പേര് കുളമാക്കും. ഓക്കെ, ഈസ് ഹി സ്റ്റഡിങ് ആണ്. ഇപ്പൊ ട്രൂ ആണെന്ന് വിചാരിക്കാം. ഈസ് ഹി സ്റ്റഡിങ് ട്രൂ ആണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കണ്ടീഷൻ എങ്ങനെ എഴുതാം? ഇഫ് ഈസ് ഹി സ്റ്റഡിങ്. ഓക്കെ, പഠിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? വരിക. ഇഫ് നോട്ട് എന്ന് ചേർക്കാം. എന്നിട്ട് എന്ത് എഴുതാം? ഈസ് ഹി സ്റ്റഡിങ്. പ്രിന്റ് കം ഔട്ട്സൈഡ്.
നോക്കേ ഇഫ് നോക്കേ രണ്ടിന്റെയും ഞാൻ പറഞ്ഞുതരാം. ഇഫ് is he studying, okay, print don't come, okay, ഇവിടെ നോക്കാം. ഇഫ് അവ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നോൺ അവ സ്റ്റഡി ചെയ്യുവല്ലെങ്കിൽ എന്ത് ചെയ്യാം? വെളിയിലോട്ട് വരും. അപ്പോ ഫ്രീ സ്റ്റഡി ട്രൂ അല്ലേ? അപ്പോ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? സോറി, ഇഫ് ഈ സ്റ്റഡി ട്രൂ അല്ലേ? ട്രൂ അല്ലേ? ഇവിടുത്തെ ആൻസർ ട്രൂ അല്ലേ? ഈ നോട്ട് ട്രൂ വരുമ്പോൾ ഇതൊന്നും എന്താവും? മൊത്തത്തിൽ എന്തായി പോകും? ഫാൾസ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്തില്ല? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പോകില്ല. ഒന്നുകൂടെ പറയാം. ഈസി ഡ്രൈവ് ഇവിടെ ട്രൂ ആണ്. അതിനുള്ള നോട്ട് ചേർക്കുമ്പോൾ ഈ ട്രൂ എന്തായി പോകും? ഫാൾസ് ആയി പോകും. സോ ഇങ്ങോട്ട് പോകില്ല. പഠിക്കുമല്ലെങ്കിലോ ആണല്ലോ. അപ്പൊ എന്തില്ല? ഈ ഇത് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇവിടെ നോക്കേ ഇഫ് ഈ സ്റ്റഡി ഇതെന്താണ്? ട്രൂ ആണ്. അതാണ് നമ്മൾ എഴുതിയത് ട്രൂ. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പോകും. മനസ്സിലായോ? അതായത് അവൻ നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട് ചേർക്കുന്നത്. ഓക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Write a program that reads three numbers A, B, C and check whether all numbers are greater than 5. നമ്മൾ എന്ത് ചെയ്യാം? മൂന്ന് നമ്പറിനെ ഇൻപുട്ട് എടുക്കുക. A, B, C എന്ന് പറഞ്ഞ മൂന്ന് നമ്പറിനെ എന്ത് ചെയ്യാം? ഇൻപുട്ട് എടുക്കുക. എന്നിട്ട് ആ മൂന്ന് നമ്പറും 5നെക്കാളും വലുതാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം രണ്ട് നമ്പേഴ്സ് എടുക്കാം. നമുക്ക് മൂന്ന് നമ്പറിലോട്ട് വരാം. നമുക്ക് ആദ്യം രണ്ട് നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഞാൻ എയും ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പറിനെ എന്ത് ചെയ്യും? ഇൻപുട്ട് എടുക്കാം. നോക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ഇൻപുട്ട് 6, സെക്കൻഡ് ഇൻപുട്ട് 4 അല്ലെ വേണം. നമുക്ക് ആദ്യം ട്രൂ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാം. സോ ആദ്യം എടുക്കുന്ന ഇൻപുട്ട് 3, രണ്ടാമത് എടുക്കുന്ന ഇൻപുട്ട് 2 ആയിരിക്കും. എ എനിക്ക് കിട്ടിയത് 3, ബി എനിക്ക് കിട്ടിയത് 2. ഞാനിപ്പോൾ പ്രോഗ്രാം എഴുതുന്നത് ലോജിക്ക് പറയുകയാണ്. എ 3, ബി 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് എന്താണ്? എയും 5നെക്കാട്ടി ചെറുതാണോ വലുതാണോ? ചെക്ക് ദ ഓൾ നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 5. 5നെക്കാട്ടി വലുതാണ്. ഓക്കേ, ഇപ്പോഴത്തെ കേസ് എന്താ? എനെക്കാട്ടി സോറി 5നെക്കാട്ടി വലുതായിരിക്കണം. എ 5നെക്കാട്ടി വലുത്. അപ്പോൾ 5 ചെറുതായിരിക്കണമല്ലോ. 5ന്റെ ഭാഗത്ത് ചെറിയ സൈൻ, എയുടെ ഭാഗത്ത് വലിയ സൈൻ. കേട്ടോ, എ 5നെക്കാട്ടി വലുതായിരിക്കണം, ബി 5നെക്കാട്ടി വലുതായിരിക്കണം അല്ലേ? എയും ബിയും 5നെക്കാട്ടി വലുതായിരിക്കണം. അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗം എന്താ? ആൻഡ്. ലോജിക്ക് ഇതാണ്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു നമ്പർ 5നെക്കാട്ടി വലുതാണോ എന്നല്ല പറഞ്ഞേ. ചെക്ക് വെദർ ഓൾ നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 5. എല്ലാ നമ്പേഴ്സും 5നെക്കാട്ടി വലുതാണോ? അതായത് എയും 5നെക്കാട്ടി വലുതാണോ, ബിയും 5നെക്കാട്ടി വലുതാണോ? ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? എ ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ബി. ഇതും ട്രൂ ആവണം, ഇതും ട്രൂ ആവണം. കേട്ടോ, പറ. ഇപ്പൊ എയുടെ സ്ഥാനത്ത് എന്ന് തുടങ്ങുന്നത് 3 അല്ലേ? ബിയുടെ സ്ഥാനത്ത് തുടങ്ങുന്നത് 2. 5നെക്കാട്ടി വലുതാണോ 3? ഫോൾസ്. 2നെക്കാട്ടി വലുതാണോ 5? ഫോൾസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ മൊത്തത്തിൽ എന്താണ്? ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇഫ് ആണെങ്കിൽ ഇഫ് എക്സിക്യൂട്ട് ആവില്ല, നേരെ അവിടെ പോകും, എൽസിനകത്ത് പോകും. ഓക്കെ, സപ്പോസ് ഇവിടുത്തെ വാല്യൂ മാറ്റാൻ പോകണം. ഇവിടുത്തെ വാല്യൂ ഒരെണ്ണം 6ഉം ഒരെണ്ണം 8ഉം എന്ന് വിചാരിക്കും. ഒരെണ്ണം 6ഉം ഒരെണ്ണം 8ഉം എന്ന് വിചാരിക്കും. അപ്പോൾ നോക്കണം, ഇവിടെ 6, ഇവിടെ 8. 5 6 5നെക്കാട്ടി വലുതാണോ? യെസ്. 5 8നെക്കാട്ടി വലുതാണോ? അപ്പൊ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അങ്ങനെയാണ് മൊത്തം ശരിയാണ്. ഇതും ശരിയാണ്, ഇത് തെറ്റാണ്. രണ്ടും ശരിയാണെന്ന് പറഞ്ഞത്. രണ്ടും ശരിയാണോ? അല്ല. വേറെ കേസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. രണ്ടും ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ നേരെ പോകും, എൽസി പോകും, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം രണ്ട് ഇൻപുട്ട് എടുക്കണം. എ ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട്. നമ്മൾ നമ്പറാണ് റിസീവ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ നമ്പറാണ് റിസീവ് ചെയ്യുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ. അപ്പൊ ഇൻറ്റിജറിനകത്തോട്ട് മാറ്റണം. ഓക്കെ, ഇൻപുട്ട് എടുക്കുന്നത് സ്ട്രിംഗ് ആയിട്ടാണ്. ആ സ്ട്രിംഗ് നമ്മൾ എന്തായിട്ട് മാറണം? ഇൻറ്റിജർ ആയിട്ട് മാറണം. ഓക്കെ, എ ഈക്വൽ ടു ഇൻറ്റ് ബി ഈക്വൽ ടു ഓൾസോ ഇൻറ്റ് ഇൻപുട്ട്.
രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇഫ് എനെ കാട്ടി വലുതാണോ 5, അല്ലെ? അപ്പൊ 5 ചേർത്തും എ വരും. ആൻഡ് ബി 5 ആണെങ്കിൽ പ്രിന്റ് എന്ത് പ്രിന്റ് ചെയ്യാം? ട്രൂ എന്നോ അല്ലെങ്കിൽ ബോത്ത് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 5 എന്താന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യാം. എൽസ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് നമ്മൾ എടുക്കുന്നത് എൽസ് ഇൻഡന്റേഷൻ ഒക്കെ ഉണ്ട്. ഇൻഡന്റേഷൻ തവണ എഴുതുന്നത് എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് both numbers are not greater than 5. പ്രിന്റ് ചെയ്യാലോ. ക്ലിയർ ആണോ? നമുക്ക് കോഡ് പ്ലേഗ്രൗണ്ടിൽ പോയി നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് 3 നമ്പർ എടുക്കുക അല്ലേ? ഇൻപുട്ട് 3 നമ്പർ ഇൻപുട്ട് ചെയ്യുക. എ ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, ഇൻറ്റ് എന്നതിനെ എടുക്കുക. നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻറ്റ് എടുക്കുക. ഓക്കെ, ബി ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, നമുക്ക് ആദ്യം 2 നമ്പർ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? ഇഫ് ഇത് 5-നെക്കാളും വലുതാണോ ഇല്ലയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ എ എന്ന് പറയുന്ന നമ്പരും ബി എന്ന് പറയുന്ന നമ്പരും 5-നെക്കാളും വലുതായിരിക്കണം. സോ ഇഫ് എ 5-നെക്കാളും വലുതായിരിക്കണം, അപ്പോൾ 5 ചെറുതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആൻഡ് ബി 5 അല്ലേ? അപ്പോൾ എ 5-നെക്കാൾ വലുതാണെങ്കിലും ബി 5-നെക്കാളും വലുതാണെങ്കിൽ, രണ്ടും 5-നെക്കാൾ വലുതാണെങ്കിൽ മാത്രമേ അത് ട്രൂ ആവത്തുള്ളൂ. ഓക്കെ, പ്രിന്റ് എന്താണ് ഞാൻ എന്ത് ചെയ്യാണ്? ഓക്കെ, ബോത്ത് ആർ ലാർജർ ദാൻ 5 ചുമ്മാ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത എൽസ് അല്ലെങ്കിൽ പ്രിന്റ് both are not larger than 5. സിമ്പിൾ. നമുക്കൊന്ന് നോക്കാം. 2 നമ്പർ നമ്മൾ കൊടുക്കണം അല്ലേ? 2 ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് 4, 5. ബോത്ത് ആർ നോട്ട് ലാർജർ ദാൻ 5. 2 5-നേക്കാൾ വലുതല്ലോ. 2 5-നേക്കാൾ വലുതായിട്ടുള്ള 2 ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, 8, 9. ബോത്ത് ആർ ലാർജർ ദാൻ 5. സിമ്പിൾ അല്ലേടാ? സെറ്റല്ലേ? സെറ്റാണോ? അപ്പോൾ ഇവിടെ എന്ത് നടക്കുക? ആദ്യം നമ്മൾ ഇൻപുട്ട് എടുക്കും. ഞാനിതിൽ കമൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കണേ. കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം കമൻ്റ് ആവും. കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് മാറും. ഓക്കെ, അപ്പോൾ നോക്കോ, ഇവിടെ നമ്മൾ ഇൻപുട്ട് എടുക്കുവാണ് എ. ഓക്കെ, സോറി, ഹാഷാണ് കമൻറ്റ് കൊടുക്കുക ഉപയോഗിക്കുക. ഇൻപുട്ട് എ അല്ലേ? വേണ്ട. ഓക്കെ, അപ്പോൾ അത് ഓക്കെ.